പ്രക്രിയയിലെ ഘട്ടങ്ങൾ കാണിക്കുന്നത് ഒരു ഡയഗ്രാമാണ് ഫ്ലോ ചാർട്ട്. ഇന്ന് നമുക്ക് നോക്കാം AI യൂസ് ചെയ്ത് എങ്ങനെ എളുപ്പത്തിൽ ഫ്ലോ ചാർട്ട് തയ്യാറാക്കാമെന്ന്. ആദ്യം ഗൂഗിൾ ക്രോം വഴി ChatGPT ലോഗിൻ ചെയ്യുക. അവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ആസ് എൻ എക്സാമ്പിൾ, പ്ലീസ് ലിസ്റ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പാർട്സ് ഓഫ് ബ്രെയിൻ. ChatGPT നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെർമെയ്ഡ് കോഡ് വേണം. Please provide a mermaid code to create a flowchart representing the parts of brain listed above. ChatGPT നമുക്കൊരു മെർമെയ്ഡ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ വേണം. അതിൻ്റെ പേരാണ് draw.io. ക്രിയേറ്റ് ന്യൂ ഡയഗ്രാം എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഫയൽ നെയിം കൊടുക്കണം. ഫയൽ നെയിം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്ലോ ചാർട്ട് പാർട്സ് ഓഫ് ബ്രെയിൻ. ഇനി ഇത് കൊടുത്തതിന് ശേഷം ബ്ലാങ്ക് ഡയഗ്രാം സെലക്ട് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് സൈൻ കാണാൻ പറ്റും. ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി മെർമെയ്ഡ് സെലക്ട് ചെയ്യണം. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെ ഒരു കോഡ് കാണും. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ChatGPTയിൽ നിന്ന് മെർമെയ്ഡ് കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. ഈ ഫ്ലോ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റൈൽ ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് കളറായാലും നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ട് സൈസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം. നമ്മുടെ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്സ് നമുക്ക് എങ്ങനെയായാലും കൊടുക്കാം. നമുക്ക് നോക്കാം, ഓവൽ ഷേപ്പ് ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ ഏത് ഷേപ്സ് ആയാലും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാം, എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ആരോസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടി ഫയലിൽ പോവുക. ഫയലിൽ പോയി എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് PNG, JPEG ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.